ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വെബ്സൈറ്റുകളെ കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. നമുക്കപ്പോൾ അതിന്റെ റിസൾട്ട് ലഭിക്കും. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഈ റിസൾട്ടുകൾ നൽകുന്ന വെബ്സൈറ്റുകൾ ഇത് സ്കാം വെബ്സൈറ്റ് ആണോ, ഫേക്ക് വെബ്സൈറ്റ് ആണോ, ഫ്രോഡ് വെബ്സൈറ്റ് ആണോ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. പലപ്പോഴും നമ്മൾ എല്ലാ വെബ്സൈറ്റുകളും കയറി സെർച്ച് ചെയ്യും. അതിൽ ഏത് വെബ്സൈറ്റ് ഏത് രീതിയിലുള്ളതാണെന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതേപോലെയുള്ള ചില ഫേക്ക് വെബ്സൈറ്റുകളെ കുറിച്ചാണ്. അതായത് നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒഴിവാകാൻ സാധിക്കും. ഇതേപോലെയുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റകൾ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റു വിവരങ്ങളൊക്കെ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ എൻട്രി ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന ഈ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഈ പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളെ ഞാൻ 4 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഫേക്ക്, ഫ്രോഡ് വെബ്സൈറ്റുകൾ. ആദ്യത്തെ മണി സ്റ്റീലിംഗ് വെബ്സൈറ്റ്, 2 മാൽവെയർ ആൻഡ് ബോട്ട് പുഷിംഗ് വെബ്സൈറ്റ്, 3 ഡേറ്റ സ്റ്റീലിംഗ് വെബ്സൈറ്റ്, 4 ഫിഷിംഗ് വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം മണി സ്റ്റീലിംഗ് വെബ്സൈറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ കയറിയിട്ടുണ്ട്. എന്നാൽ പലർക്കും ഇത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകത്തില്ല ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ. ഇപ്പോൾ ആദ്യത്തെ മണി സ്റ്റീലിംഗ് വെബ്സൈറ്റ് ആണ്. ഇതൊരു സ്കാം വെബ്സൈറ്റ് ആണ്. ഞാൻ പല പ്രാവശ്യം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ സ്കാം വെബ്സൈറ്റുകൾ. ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനത്തെ വെബ്സൈറ്റുകൾ അറിയാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല, അവരിങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോണിൽ 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വെറും 200 രൂപയ്ക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ലിങ്ക് വരികയാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 രൂപയ്ക്ക് ലഭിക്കും. അത് ആമസോണിന്റെ സെയിം പതിപ്പാണ്, സെയിം കോപ്പിയാണ് ആ വെബ്സൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് തോന്നും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു പക്ഷേ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിന്റെയോ ഡെബിറ്റ് കാർഡിന്റെയോ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയവർ ചോർത്തിയെടുക്കും. അതാണ് മണി സ്റ്റീലിംഗ് വെബ്സൈറ്റ്സ് ആണ്. ഇതുപോലത്തെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ഫേക്ക് വെബ്സൈറ്റുകളാണ്. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നവരുടെ ഉദ്ദേശം നമ്മളുടെ ഡീറ്റെയിൽസ്, അതായത് ബാങ്ക് ഡീറ്റെയിൽസ് തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ഒന്നും ഷെയർ ചെയ്യരുത്. കാരണം 10,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് 200 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകളാണ്. ഇത് ഷെയർ ചെയ്യുന്നവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഉള്ള തട്ടിപ്പിന്റെ ഇരയാകുകയാണ് അവരെന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആമസോണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ, ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ സുരക്ഷയെ അത് തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ട് നിങ്ങളിത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഇതിന് രണ്ടാമത്തെ കാറ്റഗറിയാണ് മാൽവെയർ ആൻഡ് ബോട്ട് പുഷിംഗ് വെബ്സൈറ്റ്. ഇത് സ്പാം വെബ്സൈറ്റുകളാണ്. നമ്മൾ പല വെബ്സൈറ്റുകൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എനിക്ക് തോന്നുന്നു മൂവി ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റുകളിൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് റീഡയറക്ട് ചെയ്ത് മറ്റു വെബ്സൈറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും രീതിയിലുള്ള EXE ഫയലുകൾ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഫയലുകൾക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ സിസ്റ്റം കറപ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ ഏതെങ്കിലും രീതിയിലുള്ള വേണ്ടാത്ത എക്സ്റ്റൻഷൻസ് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയവർക്ക് അവരുടെ സെർവറിലേക്ക് ഈ ഫയലുകൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ചോർത്തി കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഫയലുകളായിരിക്കും നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇവരെ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡേറ്റ സ്റ്റീലിംഗ് വെബ്സൈറ്റ്. ഇത് സ്കാം വെബ്സൈറ്റുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സാധാരണയായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ വരാറുള്ളതാണ്, എനിക്ക് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ പ്രൈസ് കിട്ടി, നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും 500 അല്ലെങ്കിൽ 1000 കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ, വാട്സപ്പിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ 50 ലക്ഷം നമുക്ക് ലോട്ടറി അടിച്ചു, അത് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ്
എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസ് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെയിൽസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റ സ്റ്റീലിംഗ് വെബ്സൈറ്റുകൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വെബ്സൈറ്റിൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അതിൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ഒരുപക്ഷെ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റകൾ ഏതെങ്കിലും മറ്റു വെബ്സൈറ്റുകൾക്ക് സെയിൽ ചെയ്യും. കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡേറ്റ സെയിലിംഗ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിവരങ്ങൾ, ഇപ്പോൾ നമ്മളുടെ ഇമെയിൽ ID ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ഇമെയിലിലേക്ക് പ്രൊമോഷണൽ മെസ്സേജുകൾ ഇങ്ങനെ അയക്കും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത പല സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് മെയിലുകൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇമെയിൽ വരുന്നുണ്ടായിരിക്കും ഏതെങ്കിലും ഒക്കെ വെബ്സൈറ്റുകളിൽ നിന്ന്. നമ്മൾ ഒരു പക്ഷേ നമ്മൾ സൈൻ ഇൻ പോലും ചെയ്തിട്ടില്ലാത്ത, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും പ്രൊമോഷണൽ മെയിലുകൾ നമുക്ക് വരുന്നത്. അതിന് കാരണം നമ്മൾ ഇതേപോലെയുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ഡേറ്റകൾ നമ്മൾ ആ വെബ്സൈറ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ആ വെബ്സൈറ്റ് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതിലുള്ള ഡേറ്റകൾ മൊത്തം മറ്റാരെങ്കിലും കൊണ്ടുപോകും. അതിനുശേഷം പ്രൊമോഷൻ ആവശ്യത്തിന് വേണ്ടി ഇതുപോലെയുള്ള മറ്റ് കമ്പനികൾക്ക് അവരത് സെയിൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെബ്സൈറ്റുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ലോട്ടറി അടിച്ചു അല്ലെന്നുണ്ടെങ്കിൽ പണക്കാരനാകാം, പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് വരുന്ന വെബ്സൈറ്റുകളിലൊന്നും നിങ്ങൾ സൈൻ ഇൻ ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനുകൾ കൊടുക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷനുകൾ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുരുപയോഗം ചെയ്യാനായിട്ട് ഇടയാകും. നാലാമത്തെ കാറ്റഗറിയാണ് ഫിഷിംഗ് വെബ്സൈറ്റ്. ഇത് സ്കാം വെബ്സൈറ്റുകളാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. അവിടെ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കണം. നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിംഗ് നടക്കുന്നത്, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വളരെ പെട്ടെന്ന് ഇതൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫേസ്ബുക്കിന്റെ തന്നെ എടുക്കുകയാണെങ്കിൽ, ഫേസ്ബുക്കിന്റെ അതേപോലെയുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതിനുശേഷം ഫേസ്ബുക്കിന്റെ ഒരു ഡമ്മി വെബ്സൈറ്റ് ഉണ്ടാക്കുക, ഒരു കോപ്പി ഉണ്ടാക്കുക. അതിനുശേഷം അത് വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ അല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ തന്നെ അത് പോസ്റ്റ് ചെയ്യുക. അതിൽ എന്തെങ്കിലും നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോട്ടോ ആകാം അല്ലെങ്കിൽ വീഡിയോ ആകാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് ID കൊടുത്ത് നമ്മൾ അതിൽ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ലിങ്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർ വളരെ കുറവായിരിക്കും. ഈ വീഡിയോ കാണുന്നവർ എനിക്കറിയാം, ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ലിങ്കുകൾ. അതിനുശേഷം നമ്മൾ എന്ത് എടുക്കും, ആ വീഡിയോ കാണണമല്ലോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ നമ്മുടെ ഫേസ്ബുക്ക് ഡീറ്റെയിൽസ് അവിടെ കൊടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ സൈൻ ഇൻ ആകത്തില്ല, നമുക്ക് ആ വീഡിയോ കാണാനും സാധിക്കത്തില്ല. അപ്പോൾ സംഭവിക്കുന്നത്, ഇത് ഒറിജിനൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിരിക്കത്തില്ല, ഫേസ്ബുക്കിന്റെ ഒരു ഡമ്മി അക്കൗണ്ട് ആയിരിക്കും. ഇത് ഏതെങ്കിലും ഹാക്കർ ഉണ്ടാക്കിയ അക്കൗണ്ട് ആയിരിക്കും. അതിൽ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫേസ്ബുക്കിന്റെ യൂസർ നെയിമും പാസ്വേഡ് കൊടുക്കും. അത് ഉണ്ടാക്കിയ ആളുടെ സെർവറിലേക്ക് അത് അപ്ഡേറ്റ് ആകും, അവർക്ക് അത് ലഭിക്കും. അതിനുശേഷം അവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഏത് രീതിയിലുള്ള കാര്യം വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു രീതിയിലുള്ള ഒരു ഹാക്കിംഗ് തന്നെയാണിത്. അപ്പോൾ ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കാരണം, ഒരുപാട് ആളുകൾ പുതിയതായിട്ട് വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇമെയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർ ഇങ്ങനെയുള്ള കുഴികളിൽ പോയി ചാടത്തില്ല. എന്നാൽ ഇത് അറിയാത്തവർ, പുതിയതായിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ചതിക്കുഴികൾ ഇതിലുണ്ട്. നല്ലത് മാത്രമല്ല, ചീത്ത കാര്യങ്ങൾ ഒരുപാടുള്ള ഒരു ലോകമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. 4 കാറ്റഗറിയിലുള്ള വെബ്സൈറ്റുകളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മണി സ്റ്റീലിംഗ് വെബ്സൈറ്റുകൾ, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നമുക്ക് നല്ല ഓഫറുകൾ തരും. 10,000 രൂപയുടെ ഒരു ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചിലപ്പോൾ 90% ഓഫറിൽ ലഭിക്കുന്നു എന്നും പറഞ്ഞൊക്കെയുള്ള ലിങ്കുകൾ വരും. അങ്ങനെയുള്ള ലിങ്കുകളിൽ ഒരു രീതിയിലുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് 10,000 രൂപയുടെ ഒരു സാധനം നമുക്ക് 200 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മളുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് തട്ടിപ്പണം തോന്നുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി നോക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെയുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, HTTPS എന്ന ഈ ഒരു ലിങ്ക് നിങ്ങൾ എൻട്രി ചെയ്യുന്ന വെബ്സൈറ്റിനുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് മാൽവെയർ ആൻഡ് സ്കാം വെബ്സൈറ്റുകൾ. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഫയലുകൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഈ വെബ്സൈറ്റുകൾ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. EXE ഫയലുകൾ വല്ലതും നമ്മൾ
നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഡ്രോപ്പ് ചെയ്യും അല്ലെങ്കിൽ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് 1-2 വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ സെർച്ച് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് ജെനുവിൻ വെബ്സൈറ്റ് ആണോ അതോ സ്കാം വെബ്സൈറ്റ് ആണോ എന്ന്. ഞാനിവിടെ youtube.com എന്നുള്ളത് ഇവിടെ സെർച്ച് ചെയ്യുകയാണ് ഈ വെബ്സൈറ്റിൽ. അതിനുശേഷം നമുക്ക് നോക്കാം ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും വരുന്നതെന്ന്. നോക്കുക, ഹൈ ട്രസ്റ്റ് റേറ്റിംഗ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ താഴേക്ക് നീക്കി കഴിഞ്ഞാൽ ഇതിന്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. വെബ്സൈറ്റ് youtube.com, ടൈറ്റിൽ youtube.com, ഡൊമൈൻ ഏജ് 12 വർഷത്തിന് മുകളിലായി, അതായത് youtube.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വന്നിട്ട് വെബ്സൈറ്റ് സ്പീഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓണർ അഡ്രസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. ഗുഡ് ഓൺലൈൻ റിവ്യൂസ് ഡിറ്റക്റ്റഡ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡിറ്റക്റ്റഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റിനെ കുറിച്ചുള്ളത് ഇവിടെ ലഭിക്കും. ഞാനിവിടെ മറ്റൊരു വെബ്സൈറ്റ് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം സെർച്ച് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും വരുന്നതെന്ന്. ലോ ട്രസ്റ്റ് റേറ്റിംഗ്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് 92 ഡേയ്സ് ആയതേയുള്ളൂ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്. അതൊരു കാരണമാണ്, പുതിയ വെബ്സൈറ്റ് ആണ്, അതുകൊണ്ടായിരിക്കും ഇത് സ്പാം വെബ്സൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. അത് തന്നെയല്ല, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എ മാൽവെയർ റിപ്പോർട്ട് ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് ഫോർ ദിസ് വെബ്സൈറ്റ്. നോക്കുക, ഇവിടെ ഒരു മാൽവെയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ. അതുകൊണ്ട് കൂടിയാണ് ഈ വെബ്സൈറ്റ് സ്പാം വെബ്സൈറ്റിന്റെ ലിസ്റ്റിൽ കാണിക്കുന്നത്. യൂട്യൂബ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ അത് ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആയിരുന്നു, എന്നാൽ ഇത് ട്രസ്റ്റഡ് ആയിട്ടല്ല കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതേപോലെ മറ്റൊരു വെബ്സൈറ്റ് ആണ് സ്കാം വോയിഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാൻ സാധിക്കും. നോക്കുക, ഞാൻ ഇവിടെ യൂട്യൂബ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ യൂട്യൂബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ വന്നു. ഇത് ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറുമ്പോൾ എന്തെങ്കിലും ആ വെബ്സൈറ്റിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ, അതോ ജെനുവിൻ വെബ്സൈറ്റ് അല്ല സ്കാം വെബ്സൈറ്റ് ആണ് സ്പൈ വെബ്സൈറ്റ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള വെബ്സൈറ്റുകളുടെ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഒരു പരിധി വരെ അത് മനസ്സിലാക്കാം ആ വെബ്സൈറ്റ് ഒറിജിനൽ ആണോ അതോ തട്ടിപ്പാണോ ഫേക്ക് ആണോ ഫ്രോഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഡേറ്റ സ്റ്റീലിംഗ് വെബ്സൈറ്റുകളാണ്. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലോട്ടറി അടിച്ചു, ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നൽകി ആ വെബ്സൈറ്റിൽ നമ്മളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ച് അവിടെ കയറി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ മനഃപൂർവ്വം നോക്കി മനസ്സിലാക്കിയതിനു ശേഷം അവോയ്ഡ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് തന്നെ അവിടെ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവുക. അങ്ങനെയുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് സേഫ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും ഗൂഗിളിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാൻ പോകരുത്. അതേപോലെ ഫിഷിംഗ് എന്താണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് കാണിച്ചു തന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണം. കാരണം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ എത്തണം. മലയാളികളായിട്ടുള്ളവർക്ക് ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ സ്കാം വെബ്സൈറ്റുകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇത് കാണണം. അവർക്ക് മനസ്സിലാകണം ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ കയറുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇതിന്റെ പുറകിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരുപക്ഷെ അവർ അറിയാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും സമയത്തിനനുസരിച്ച് എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.